ഹലോ, ഞാൻ തൗഫീഖ് ഹുസൈൻ. ഞാൻ NIT കാലിക്കറ്റ് ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻ്റാണ്. ഞാൻ 2023-24 CM അക്കാഡമി റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ കൊറോണ ടൈമിലെ +2 ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ ഒരു കാരണത്താൽ എനിക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് വിഷയങ്ങളിൽ എനിക്ക് ബേസിക് നോളജ് കുറവായിരുന്നു. ബേസിക്കായിട്ടൊരു കാൽക്കുലേഷനും മീൻസ് അതിലൊരു കണ്ടന്റ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ +2 എക്സാം പാസ്സായി 3-4 A+ ഉണ്ടെന്ന് വെച്ച്, പക്ഷേ അതിലൊരു കണ്ടന്റോ എന്താണ് പഠിച്ചതെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കീം എഴുതി ഏതെങ്കിലും ഒരു കോളേജ് എഞ്ചിനീയറിംഗ് പഠിക്കുക, ആ ഒരു ലക്ഷ്യത്തോടെ വന്നിരുന്നത്. പക്ഷെ അതിനും ഒരു ബേസിക്കായിട്ടൊരു കണ്ടന്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ എൻട്രൻസ് ഞാൻ ബേസിക്സ് പഠിക്കുന്നൊരു സ്ഥാപനം അന്വേഷിക്കുന്നൊരു ടൈമായിരുന്നു. അങ്ങനെയാണ് CM അക്കാഡമിയെ പറ്റി അറിയുന്നത്. അങ്ങനെ CM അക്കാഡമി എത്തിയപ്പോൾ ആൾമോസ്റ്റ് ഒപ്പമുള്ള എല്ലാവരും ബേസിക് കണ്ടന്റ് ഇല്ലാത്തൊരു വിഷയത്താൽ വന്നതാണ്. പിന്നെ ജെയിനെ പറ്റി അറിഞ്ഞു, ജെയ് എന്തിനാ എഴുതണത്, NIT എന്താണ്, എന്നാലും ഒരു വലിയ ധാരണ ഇല്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഫിസിക്സും കെമിസ്ട്രിയും നല്ല വീക്കായിരുന്നു. എന്നാൽ കെമിസ്ട്രി താല്പര്യക്കുറവുള്ള വിഷയമായിരുന്നു എനിക്ക്. അവിടെ ഫിസിക്സ് ബേസ് മുതലുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി എല്ലാം. ഇവിടെ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ബേസ് മുതൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുള്ള മെറ്റീരിയലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ മെച്ചപ്പെട്ട് വന്നു. +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയിലേറെ ഞാൻ മെച്ചപ്പെട്ടു എന്ന് തോന്നി. കെമിസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിൽ ഓർഗാനിക് ചെയ്യുന്നു എനിക്കൊരു തീരെ താല്പര്യമില്ലാത്തൊരു മേഖല. ഫിസിക്കൽ കെമിസ്ട്രി നല്ല ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അധികം ഉണ്ടായിരുന്നു. ഇനോർഗാനിക് ബൈ ഹാർട്ട് ചെയ്യാം താല്പര്യക്കുറവ് തന്നെ, പക്ഷേ അത് ഇവിടെ ഒരു ഓർഡർ ആക്കി ഒരു ചാർട്ടാക്കി തന്നിരുന്നു. ഓർഗാനിക്കിന്റെ കേസിൽ CMൻ്റെതായ ഒരു ഓർഗാനിക് നോട്ട് ഉണ്ടായിരുന്നു. അതിൽ കണ്ടന്റ് എല്ലാം ഒരു ഓർഡർ സെറ്റാക്കി തന്നിരുന്നു. അത് ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം ഓർഗാനിക് NCERT നോക്കിയാൽ അറിയാലോ, ഒരു പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഓരോ റിയാക്ഷനും ഓരോ കാറ്റലിസ്റ്റും ഓരോ നേരത്തും ഓരോ സ്വഭാവമാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ ഈ നോട്ട് മാത്രമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപയോഗിച്ചത്. ക്വസ്റ്റ്യൻ ചെയ്ത് ഞാനതിൽ ഒരു അത്യാവശ്യം മെച്ചപ്പെട്ടു. എനിക്ക് ഒരു ലെവലെത്തിയെന്ന് ഞാൻ തോന്നി. കെമിസ്ട്രി അങ്ങനെ ഞാൻ ഒരു 99.7%, അതായത് ഫിസിക്സ് എനിക്ക് 99.5% അതിലേറെ മുന്നിലുള്ളത് കെമിസ്ട്രിയാണ്. ആ ഒരു ലെവലെത്തിയെങ്കിൽ അത് CMൻ്റെ നോട്ടും എടുത്ത ഒരു ക്ലാസ്സും മെറ്റീരിയലൊക്കെ ആയിരുന്നു. ഫിസിക്സ് ഞാൻ ഒരു ടൈമിൽ ഞാൻ ഫിസിക്സ് മാത്രമേ നോക്കിയുള്ളൂ ഇനി, കാരണം കെമിസ്ട്രിയോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവസാനം മാർക്ക് റിസൾട്ട് വരുമ്പോൾ കെമിസ്ട്രി ആയിരുന്നു എൻ്റെ ഒരു മെയിൻ ടോപ്പിക്കായിട്ട് വന്നത്. പിന്നെ മാത്സിൻ്റെ കേസ് എടുക്കുക പറഞ്ഞാൽ ഞാൻ അതിലൊരു ഭയങ്കര വീക്കായതുകൊണ്ട് ഞാനൊരു കോർഡിനേറ്റ് ജോമെട്രി ആ സെക്ഷൻസ് ആ യൂണിറ്റ് മാത്രമായിട്ടാണ് ഞാൻ നോക്കിയത്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു താല്പര്യമുള്ള മേഖല. ഇവിടെ എനിക്ക് ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ ചെയ്യില്ല, നമ്മളെ ഒരു ജയിലാണെന്നോ ഹോസ്റ്റലിൽ ജയിലാണെന്നോ അങ്ങനെ ആ ഒരു ധാരണയിലാണ് ഇവിടെ കയറി വരുന്നത്. ഒരു റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ജയിൽ ആ ഒരു മനോഭാവമാണല്ലോ. പക്ഷേ കയറി വന്നു, ഇവിടെ എത്തി. ഇവിടെ നമുക്കൊരു എൻജോയ് ചെയ്ത് പഠിക്കുക, കണ്ടന്റ് എന്താ അറിഞ്ഞ് പഠിക്കാം. ഞാനങ്ങനെ ഒരു ടൈം എടുത്ത് തന്നെ ഇവിടെ ഫാക്കൽറ്റീസിനോട് ചോദിച്ചും അങ്ങനെ ഒരു കണ്ടന്റ് ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്തിരുന്നു ക്വസ്റ്റ്യൻ എല്ലാം. അതിനോട് ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം അങ്ങനെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, അലോട്ട്മെൻറ്റിന് കൊടുത്തു. NIT കാലിക്കറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കിട്ടി. അത് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ എനിക്ക് NIT എന്താ ജെയ് എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ NIT കാലിക്കറ്റ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ CM അക്കാഡമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസ്, സ്റ്റാഫ് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ജെയ്ക്ക് ഫോക്കസ് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ സ്ട്രെസ് ചെയ്യാതെ ആസ്വദിച്ച് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, NCERT ഫോക്കസ് ചെയ്യുക. അത് കെമിസ്ട്രിയുടെ കേസിലായാലും ഫിസിക്സിൻ്റെ കേസിലായാലും. കാരണം ഒരു തിയറി ക്വസ്റ്റ്യൻസ് നമ്മളെ ജെയിൽ ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. ഇൻറ്റീജർ ടൈപ്പ് ആയാലും ഒബ്ജക്റ്റീവ് ആയാലും അവിടെയൊക്കെ ഒരു NCERT ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽ സ്ഥിരമായിട്ട് വരലുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തിയറി ക്വസ്റ്റ്യൻസ് കുറേ വരലുണ്ട്. PYQs മാക്സിമം കവർ ചെയ്യുക. ഒരു 2016 വരെയെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുക. PYQ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു മാക്സിമം കണ്ടന്റ് ചെയ്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക, ടെൻഷൻ ഇല്ലാതെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.